ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമായി ക്രഷിംഗ് സ്ട്രെങ്ത്. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 1000 kg/cm² ഓർ 100 Nm/mm². ഇതിൽ 1000 kg/cm² ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് പോറോസിറ്റി എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 5%. 5% കൂടുതൽ ഒരിക്കലും പോറോസിറ്റി കൂടാൻ പാടില്ല. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നെസ്. കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നെസ്സിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത് 14 to 17 ആണ്. അത് 17 എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റോഡ് വർക്കിനൊക്കെ ഗ്രേറ്റർ ദാൻ 17 ഈക്വൽ ടു ഒക്കെ വരികയെങ്കിൽ നമ്മൾ റോഡ് വർക്കിന് യൂസ് ചെയ്യുന്നു. 14 to 70 ആണെങ്കിൽ അത് മീഡിയം ആയിരിക്കും. ലെസ് ദാൻ 14 ആണെന്നുണ്ടെങ്കിൽ അത് പ്യുവർ ഹാർഡായിരിക്കും ആ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ 17 എന്ന് വെച്ചാൽ ഗുഡ്, 14 to 70 ആകുമ്പോൾ മീഡിയം, ലെസ് ദാൻ 14 ആകുമ്പോൾ പ്യുവർ എന്നിങ്ങനെയാണ്. അടുത്തതായിട്ട് പെർസെൻറ്റേജ് ഓഫ് വിയർ. പെർസെൻറ്റേജ് ഓഫ് വിയർ ഗ്രേറ്റർ ദാൻ 3% ആണെങ്കിൽ നോട്ട് സാറ്റിസ്ഫാക്ടറി ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അത്ര പോരാ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഈക്വൽ ടു 3% ആണെങ്കിൽ ടോളറബിൾ, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാമെന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2% ആണെന്നുണ്ടെങ്കിൽ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അതാണ് പെർസെൻറ്റേജ് ഓഫ് വിയർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് ഗ്രേറ്റർ ദാൻ 2.7 ആയിരിക്കണം. എപ്പോഴും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2.7 ആയിരിക്കണം. ഇത് മിക്ക പരീക്ഷകളിലും നമ്മൾ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 2.7 ഗ്രേറ്റർ ദാൻ 2.7 ആയിരിക്കണം. ഇനി ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുമായിരിക്കും. അടുത്തതായിട്ട് ടഫ്നെസ് ഇൻഡെക്സ് ലെസ് ദാൻ 30 ആണെങ്കിൽ നോട്ട് ടഫും, 13 to 19 ആണെങ്കിൽ മോഡറേറ്റ്ലി ടഫും, ഗ്രേറ്റർ ദാൻ 19 ആണെങ്കിൽ ഹൈ ടഫുമായിരിക്കും. അപ്പോൾ ടഫ്നെസ് ഇൻഡെക്സ് പറയുന്ന റേഞ്ച് 13 to 19 ആണ്. അതിൽ തന്നെ ലെസ് ദാൻ 13 ആണെങ്കിൽ നോട്ട് ടഫും, 13 to 19 ബിറ്റ്വീനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ്ലി ടഫും, ഗ്രേറ്റർ ദാൻ 19 ആണെങ്കിൽ ഹൈ ടഫുമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ 24 hours. 24 hours കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണെന്ന് നോക്കാം. അത് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ 5%, ലാബിലാണെന്നുണ്ടെങ്കിൽ 0.6% ആയിരിക്കും. ശ്രദ്ധിക്കുക, ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അത് 5% ആയിരിക്കും വാട്ടർ അബ്സോർപ്ഷൻ. 24 hours കഴിഞ്ഞിട്ടുള്ള വാട്ടർ അബ്സോർപ്ഷൻ ആണ് പറയുന്നത്, 5% ആയിരിക്കും. ലാബിലാണെന്നുണ്ടെങ്കിൽ 0.6% ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 10% വരികയാണെങ്കിൽ ആ സ്റ്റോൺ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് എ സ്റ്റോൺ ചോദിക്കുകയാണെങ്കിൽ അത് 5% ആയിരിക്കും. നല്ലപോലെ ശ്രദ്ധിക്കുക, 5% ആയിരിക്കും. ഇത് തന്നെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ബ്രിക്കിൻ്റെ മെറ്റീരിയൽസ് വരുമ്പോൾ വ്യത്യാസം വരും. അത് 20% ആണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് വരുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക. ഇത്രയും നല്ല രീതിക്ക് മനസ്സിലാക്കുക. താങ്ക് യു.